ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉത്രാടം വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നാളെ തിരുവോണം. അപ്പോൾ തിരുവോണത്തിന് നമ്മൾ പൂവൊന്നും പിച്ചിക്കൂടല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് വയലിലൊക്കെ പോയി കുറേ പൂവും ഇലയൊക്കെ പിച്ചിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് കുഞ്ഞ് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പൂവെല്ലാം ഇന്ന് തന്നെ ഇറുത്ത് വച്ചിട്ട് നാളെ രാവിലെ ഇന്ന് പിന്നെ ഡിസൈനും കൂടെ വരയ്ക്കും. പിന്നെ എനിക്ക് മൈലാഞ്ചി ഇടുന്നതൊക്കെ ഉണ്ട്. വേണ്ട മിക്കും കൂടെ ഉണ്ട് ഗൈസ് ഇവിടെ. ഇന്ന് നമ്മൾ ഇറുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കും. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇതിലൊക്കെ ഇരിക്കുന്നത് മറ്റേ പൂക്കളാണ് കണ്ടോ. പിന്നെ ഈ 3 കവറിലും ഇരിക്കുന്നത് വെളിയിൽ നിന്ന് മേടിച്ച പൂവാണ്. ആ 2 കവറിലും ഇരുന്നത് നമ്മൾ പോയി പിച്ചിക്കൊണ്ട് വന്ന നമ്മൾ ഇന്ന് വരച്ച ഡിസൈനാണ്. ഇത് കുളമായിപ്പോയി. ഇത്രയാണ് പൂക്കൾ. മിക്ക അവിടെ നിന്ന് ഒരു പൂവൊക്കെ പിച്ചിക്കൊണ്ട് പോകുന്നുണ്ട്, മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതാ ഇത്രയാണ് പൂക്കൾ. കുറേ ഇലയൊക്കെ നമ്മൾ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പൂ ഇറുക്കാൻ വേണ്ടിയിരുന്നു. കുറേ ന്യൂസ് പേപ്പറിൽ കുറേ പൂക്കളുണ്ട്. അതാണ്ട് ഇതൊക്കെ നമ്മൾ അവിടെ വയലിൻ്റെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന പൂക്കളാണ് കേട്ടോ. കൊട്ടാരച്ചെടിയുണ്ട്, പിന്നെ സൂര്യകാന്തിയുടെ ചെറിയ പൂവുണ്ടല്ലോ അതുകൊണ്ട്. ഇതിൻ്റെ കറക്റ്റ് പേരെനിക്ക് എന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ടുണ്ട്. അതൊക്കെ ഇടാൻ കളർ തയ്യാറാണ് നമ്മൾ ഇതൊക്കെ ഇട്ടാൽ. പിന്നെ ഈ വാടാമല്ലി ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു പേപ്പറിൽ കിടക്കുന്ന മുഴുവനും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. ബാക്കി ഇതെല്ലാം നമ്മൾ പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ നമ്മുടെ ഈ ബേബി പിങ്കിൻ്റെ കൂടെ വൈറ്റും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കളർ. ഇത് നല്ല രസമുണ്ട്, നല്ല മണമൊക്കെ ഉള്ളതാണ്, നല്ല രസമുള്ള പൂവാണ്. പിന്നെ തെറ്റിപ്പൂവുണ്ട്, അങ്ങനെ കുറേ പൂക്കളുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇരുത്തോണ്ടിരിക്കുന്നത് കാണാം. പിന്നെ നമ്മൾ ഇതൊക്കെ വിളക്കൊക്കെ കത്തിച്ച് ഇവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാനിവിടെ ആണെങ്കിൽ വാടാമല്ലി ഇറുത്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര പാട് കേസ് വാടാമല്ലി ഇറുക്കാൻ. ഞാൻ ജമന്തി കുറച്ച് ഇറുത്തോണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് ജമന്തി ഇറുക്കണ്ട, അത് നാളെ രാവിലെ ഇറുക്കാമെന്ന്. ഞാനത് മാറ്റി വെച്ച് എന്നിട്ട് ഞാൻ വാടാമല്ലി ഇറുക്കാൻ വേണ്ടി നിന്നു. ഭയങ്കര പാട് കേസ് ഇത് ഇറുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ എൻ്റെ കുഞ്ഞേന് ഇരുന്ന് പൂ ഇറുക്കുന്നത് വാടാമല്ലി. റോസ് ഒന്നും നമ്മളെടുത്തില്ല. പിന്നെ ഇവിടെ ഇരുന്ന ഒരു സെറ്റ് പൂ നമ്മൾ നേരെ ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് വെച്ചു. ഇത് വാടിപ്പോവും. ജമന്തിയൊക്കെ ഇനി ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് വയ്ക്കണം. വാടാമല്ലി എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വാടാമല്ലിയെല്ലാം കട്ട് ചെയ്തു. ജമന്തിയും തെറ്റി ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചേക്കാണ്. നമ്മളെ നാളെ രാവിലെ അത്തോടെ എടുക്കുമ്പോഴത്തേക്കും ഇറുക്കാൻ വിചാരിക്കുന്നെങ്കിൽ ഇത് ഇന്നേ എടുത്ത് വെച്ചാൽ ഇത് വാടിപ്പോവും. അതുകൊണ്ടാണ്. ബാക്കി കുറേ പൂക്കളുണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് കയറ്റി, ഇല്ലെങ്കിൽ അത് വാടിപ്പോവും. അപ്പോൾ ഇതാണ് കേട്ടോ അത്തോടുന്ന ഡിസൈൻ. പാതി വെച്ച് ചോക്ക് ഇടുന്നതുകൊണ്ട് നമ്മൾ ചോക്ക് പിടിക്കാൻ പോയി. പുതിയ ചോക്ക് കുഞ്ഞ് വരച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അത്തത്തിൻ്റെ കോളം വരച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടണം. ഇത് വരച്ച് കഴിഞ്ഞു. ബട്ട് പൂവുണ്ടെങ്കിൽ നമ്മളിതാ ഇങ്ങനെയും കൂടെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഗൈസ് പിന്നെ എനിക്ക് കുഞ്ഞാൻ മൈലാഞ്ചി ഇട്ടിരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടുന്നു. ഇത് കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവും. ഇനി ഇതിനെക്കാട്ടിയും ബെറ്ററായിട്ട് കുഞ്ഞിട്ടേരാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും കൂടെ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ബൈ.